പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായി യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 17 വാക്യം നമുക്ക് വായിക്കാം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവമക്കളെ, അപ്പോസ്തലനായ യോഹന്നാൻ, യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ, ദൈവത്തെ കൂടുതലായി അറിഞ്ഞ യോഹന്നാൻ, വെളിപാട് പുസ്തകം എഴുതിയ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അസന്നിഗ്ധമായി പറയുകയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. സീനായി പർവ്വതത്തിൽ മോശ കയറി ചെന്ന് മോശയ്ക്ക് കല്ലിന്മേൽ 10 കൽപ്പനകൾ ന്യായപ്രമാണം യഹോവയായ ദൈവം എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആ ന്യായപ്രമാണം അത് പൂർണ്ണതയല്ലായിരുന്നു എന്ന് പിൻകാലത്തിൽ നമുക്ക് മനസ്സിലായതുകൊണ്ട് യേശുക്രിസ്തു ഇറങ്ങി വന്ന് യേശുക്രിസ്തു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരാശിക്ക് തരുകയാണ് ചെയ്യുന്നത്. ഇബ്രാഹാമിൻ്റെ സന്തതി പരമ്പരകളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിൽ മിസ്രയീമിൽ അടിമകളായിരിക്കുന്ന ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനു വേണ്ടി മോശയെ ദൈവം അയക്കുകയാണ്. ഇസ്രായേൽ മക്കൾ, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുന്ന എബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനു വേണ്ടി ദൈവം മോശയെ അയക്കുകയാണ്. മോശ ചെന്ന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ന്യായപ്രമാണമില്ലായിരുന്നു, അവർക്ക് ലിഖിതമായ ഒരു നിയമങ്ങളുമില്ലായിരുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്ത് ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നീ സീനായി പർവ്വതത്തിലേക്ക് കയറി വരിക. അങ്ങനെ സീനായി പർവ്വതത്തിലേക്ക് മോശ കയറി ചെന്നു. മോശ കയറി ചെന്നപ്പോൾ മോശയ്ക്ക് വേണ്ടി മോശയോട് ദൈവം മോശയ്ക്ക് ഒരു കല്ലിന്മേൽ 10 കൽപ്പനകളെ എഴുതി തന്നു. അങ്ങനെ മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിക്കുകയാണ്. മോശയെ ദൈവം ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 7 അധ്യായം 1 വാക്യത്തിൽ യഹോവ മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിന്റെ സഹോദരനായ അഹറോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഫറവോന് ദൈവം മോശ ദൈവമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 7 അധ്യായം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തു. ഈ ന്യായപ്രമാണം പ്രകാരം പഴയ നിയമകാലത്ത് കുറ്റം ചെയ്യുന്നവന് കൈക്ക് പകരം കയ്യ്, കണ്ണിന് പകരം കണ്ണ്, അങ്ങനെ കഠിനമായ നിയമ സംഹിതകൾ ആയിരുന്നു. ഓൺ ദ സ്പോട്ട് ദൈവം അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ശിക്ഷകൾ വിധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ശിക്ഷ വിധിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരു മോചനം നമുക്ക് കിട്ടുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. യേശുക്രിസ്തു കൃപയും സത്യവും മക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ദൈവമക്കളെ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. യേശു വന്ന് കൃപയും സത്യവും ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. എന്താണ് സത്യമെന്ന് യേശു ജനങ്ങളോട് പറയുകയാണ്. പിതാവായ ദൈവത്തെ അറിയുന്നത് തന്നെയാണ് സത്യം. സത്യം നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. യേശുവാണ് സത്യം. പിതാവായ ദൈവത്തെ അറിയുന്നതാണ് സത്യം. അവൻ നമുക്ക് കൃപയും സത്യവും നമുക്ക് തന്നിരിക്കുന്നു. അതായത് യേശു സത്യമാണ്, സത്യമായുള്ളവനാണ് യേശു നമുക്ക് വേണ്ടി
നമ്മുടെ അടുക്കൽ വന്ന് നമ്മോടുകൂടെ ജീവിച്ച് നമുക്ക് അവനെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, യോഹന്നാന് സുവിശേഷം 8-32 സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. സത്യം അറിയുകയും യേശുവിനെ നിങ്ങൾ അറിയുകയും യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. നമ്മുടെ പാപത്തിൻ്റെ കയറുകളെ അറുത്തുകളഞ്ഞ് അവൻ നമ്മെ സ്വതന്ത്രരാക്കുന്നു. ആദാം ഒരു അനുസരണക്കേടിനാൽ, ആദിമ മനുഷ്യനായ ആദാം അനുസരണക്കേടിനാൽ പാപം ചെയ്തു. ആ പാപം തലമുറയായി ഹല്ലേലൂയ മാനവരാശിയുടെ മേൽ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്ത് നോഹയെയും ഹല്ലേലൂയ എബ്രാഹാവും ഒക്കെ ഹല്ലേലൂയ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒരു മൃഗത്തെ കൊന്ന് അവൻ്റെ ആ ചോരയിൽ ഹല്ലേലൂയ തളിച്ച് പാപമോചനം നേടുകയാണ്. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. ഒരു കുറുപ്രാവിനെയോ ഒരാടിനെയോ കൊന്ന് ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെ മുഴുവനും അതിൻ്റെ തലയിൽ മേൽ വെച്ച് നമ്മൾ പാപമോചനം നേടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു മാനവരാശിക്ക് മൊത്തമായി ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി എല്ലാ എബ്രാഹാമിൻ്റെ സന്തതി പരമ്പരയ്ക്ക് വേണ്ടി മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടി യേശു ക്രിസ്തു നമുക്കോരോരുത്തർക്കുമായി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. നമുക്കോരോരുത്തർക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും മൃഗങ്ങളുടെ രക്തം ചൊരിയേണ്ടതിനു വേണ്ടി അവൻ്റെ കുറ്റമില്ലാത്ത രക്തം, യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ ആ കാൽവരി കുരിശിന്മേൽ ചൊരിഞ്ഞു. നമ്മുടെ പാപങ്ങളെ ദൈവം കഴുകിക്കളഞ്ഞു. അതാണ് സത്യം. ഹല്ലേലൂയ. സത്യവും കൃപയും അവൻ്റെ കൃപയാണ് നമുക്ക് വലുത്. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് യേശുവിൻ്റെ കൃപയാണ്. യേശുവിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ഒന്നിനും കഴിയുകയില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നു. 5 അപ്പം കൊണ്ട് അവൻ 5000 പോഷിപ്പിച്ചു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ലോകത്തിൽ മുഴുവൻ നടന്ന് ഹല്ലേലൂയ ഞാൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി ജനങ്ങൾക്ക് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും താൻ കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, മരിച്ചുപോയ ലാസറെ അവൻ ഉയർപ്പിച്ചു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. അങ്ങനെ പ്രകൃതിയുടെ മേലും കാറ്റിനെ ശാസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പ്രകൃതിയുടെ മേലും മനുഷ്യൻ്റെ മേലും എല്ലാ ശക്തികളുടെ മേലും അവൻ അധികാരമുണ്ടെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ഹല്ലേലൂയ കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. അതുകൊണ്ട് ഹല്ലേലൂയ എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുകയാണ് യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശു ദൈവകൃപയാൽ ഹല്ലേലൂയ യേശു എബ്രഹാമിനേക്കാൾ വലിയവനാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. മോശ തൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശുദ്ധനായിരുന്നു. മോശ തൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശുദ്ധനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ തൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അതുപോലെ യേശു ക്രിസ്തു മരണം വരെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മരണം വരെ വിശ്വസ്തനായിരുന്നു. മരണം വരെ അവൻ അറിയുകയും അവന് മരണം വരെ അനുസരണമുള്ളവനായി ഹല്ലേലൂയ അനുസരണമുള്ളവനായി ഇരുന്നു യേശു. പിതാവാം ദൈവത്തിൻ്റെ വാക്കുകൾ അതേപോലെ അനുസരിച്ച് ഒരിക്കൽ യേശു പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേക്ക്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിലും മരണം വരെ അനുസരണമുള്ളവനായി ക്രൂശിന്മേൽ നമുക്കോരോരുത്തർക്കും വേണ്ടി രക്തം ചൊരിഞ്ഞു. അതുകൊണ്ട് കൃപ ഹല്ലേലൂയ. നമ്മുടെ എത്ര പാവങ്ങൾ എത്ര കഠിനമായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു ഹല്ലേലൂയ നമുക്കോരോരുത്തർക്കും വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. മോശയും അതേപോലെയായിരുന്നു.
മോശ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നു എൻ്റെ പേര് പുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയണമെന്ന് മോശ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഈ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഹല്ലേലൂയ എൻ്റെ പേര് ഈ പുസ്തകത്തിൽ നിന്ന്, ഈ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് നീക്കിക്കളയണം. നീ ഇവരോട് ക്ഷമിക്കണം. ഹല്ലേലൂയ നീ ഇസ്രായേൽ മക്കളോട് ക്ഷമിക്കണം. കാരണം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് എൻ്റെ നേതൃത്വത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളെ ഞാൻ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു എന്ന് പറയാതിരിപ്പാൻ അവര് പിറുപിറുപ്പുള്ള ഒരു ജനമാണ്. പക്ഷേ നീ അവരോട് ക്ഷമിക്കണമെന്ന് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നു മോശ. അതേപോലെ യേശു ക്രിസ്തു പുതിയ നിയമത്തില് ഹല്ലേലൂയ മാനവരാശിക്ക് വേണ്ടി ഏക മധ്യസ്ഥൻ, ഒരേ ഒരു മധ്യസ്ഥൻ നമുക്ക് യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു പിതാവാം ദൈവത്തിനും നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഹല്ലേലൂയ യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ യേശുവാണ്. ഹല്ലേലൂയ അതുകൊണ്ട് യേശുവിനെ ഏറ്റവും ഉയർത്തുന്ന യേശു അവസാനം വരെ അനുസരണമുള്ളവനായതുകൊണ്ട് ഹല്ലേലൂയ പിതാവാം ദൈവം പറയുകയാണ്, യോഹന്നാൻ സുവിശേഷത്തിൽ പറയുകയാണ്, പിതാവിനെ ബഹുമാനിക്കേണ്ടതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രന് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും വലിയ നാമം ഹല്ലേലൂയ സർവ്വലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങുന്ന നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. ആ യേശു ഹല്ലേലൂയ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ വസിച്ചു. ഹല്ലേലൂയ ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചു. ദൈവം നമ്മൾ കുറിവാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ന്യായപ്രമാണം ഹല്ലേലൂയ കുറവുള്ളതായി കണ്ട് പൂർത്തീകരണത്തിന് വേണ്ടി യേശു തമ്പുരാൻ തന്നെ പിതാവാം ദൈവത്തിൻ്റെ ഓമനപുത്രനായ യേശു തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിത്തന്നു. യേശു നമുക്ക് കൃപ തന്നു, സത്യം തന്നു. ഹല്ലേലൂയ സത്യം യേശുവാണ് സത്യം, ദൈവത്തിൻ്റെ വചനമാണ് സത്യം, അത് മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ കൃപയാണെന്ന കൃപയും സത്യവും അവൻ മുഖാന്തരം നമുക്ക് തന്നു. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.